ഈശോയിൽ എനിക്ക് ഏറ്റവും വാത്സല്യമുള്ള സഹോദരങ്ങളെ, ഈ ആരാധനയിൽ എൻ്റെ മനസ്സിൽ ആദ്യം വരുന്നൊരു ചിന്ത, ഫ്രാൻസിസ് മാർപ്പാപ്പ ശുശ്രൂഷ ഏറ്റെടുത്തിട്ട് ആദ്യം ചെയ്ത ഒരു കാര്യം സഭയുടെ നേതൃത്വത്തിന് പറ്റിയ തെറ്റുകൾക്ക് വേണ്ടി മാപ്പ് ചോദിക്കലാണ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയും വിശുദ്ധനായ മാർപ്പാപ്പയും അത് ചെയ്തു. പലപ്പോഴും സഭയുടെ പീഡകൾ, സഭയുടെ സങ്കടങ്ങൾ, സഭയുടെ സംഘർഷങ്ങൾ സഭയുടെ ഇടയന്മാരുടെ വിശുദ്ധിയുടെ അഭാവം കൊണ്ട് കൂടെയാണെന്ന് നമ്മൾ സമ്മതിക്കണം. അതൊരു പക്ഷേ വേദനാജനകമാണ്. അതൊരു പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറുതാക്കപ്പെടുന്ന ഒരു നിലപാടാണ്. ഒരു മെത്രാൻ എന്ന നിലയിൽ എനിക്ക് പറയാൻ കഴിയും, നേതൃത്വത്തിൻ്റെ പാപങ്ങൾ, നേതൃത്വത്തിൻ്റെ ചിലപ്പോഴൊക്കെയുള്ള വഴിവിട്ട നിലപാടുകൾ ഒരുപക്ഷെ സഭയുടെ പീഡനങ്ങൾക്ക് അത് വഴി തുറക്കാൻ കാരണമാണ്. അതുകൊണ്ട് കർത്താവ് പത്രോസിനോട് 3 പ്രാവശ്യം ചോദിച്ച്, 3 പ്രാവശ്യം കർത്താവ് ചോദിച്ചു, നീ ഇവരെക്കാൾ കൂടുതലായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ടോ? യോഹന്നാന്റെ സുവിശേഷത്തിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു മുഹൂർത്തമാണ്. നീ ഇവരെക്കാൾ കൂടുതലായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഓ കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നിനക്കറിയാവല്ലോ. 2ാമത്തെ പ്രാവശ്യവും പത്രോസ് പറഞ്ഞു, കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. 3ാമത്തെ പ്രാവശ്യം പത്രോസ് പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, പറ്റിയിട്ടുണ്ടോ അറിഞ്ഞുകൂടാ. ഞാനൊരു കാര്യം നമ്മോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. സഭ ഇന്ന് കടന്നു പോകുന്ന പ്രതിസന്ധികളിലെ നമ്മുടെ വൈദിക മേലധ്യക്ഷന്മാർക്കും നമ്മുടെ വൈദികർക്കും നമ്മുടെ സമർപ്പിതർക്കൊക്കെ കൂട്ടുപങ്കാളിത്തം ഉണ്ടെന്നുള്ളൊരു തിരിച്ചറിവ് ഒരുപക്ഷെ നമുക്ക് കൂടുതൽ യാഥാർത്ഥ്യബോധം നൽകും. അതുകൊണ്ട് നമുക്ക് കരങ്ങൾ ഉയർത്തി നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് കർത്താവിനെ ആരാധിക്കാം. കർത്താവെ, ഞങ്ങളുടെ നേതൃത്വം, ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങളുടെ സമർപ്പിതരെ, ഞങ്ങളുടെ അഭിഷിക്തരായിട്ടുള്ള വൈദികരെ, വൈദിക വിദ്യാർത്ഥികള്, ഞങ്ങളുടെ സമർപ്പിതരെ, ഞങ്ങളിലൂടെ സഭയ്ക്ക് വേണ്ടി സഭ കടന്നു പോകേണ്ടി വന്നിട്ടുള്ള വലിയ ദുഃഖങ്ങള്, വലിയ സംഘർഷങ്ങള്, വലിയ പീഡകള് ഏറ്റെടുക്കണമേ കർത്താവേ. നിന്റെ തിരുമുറിവുകളിലെ, നിന്റെ തിരുച്ചോരയിലെ, നിന്റെ തിരുക്കുരിശിലെ അത് നീ ഏറ്റെടുക്കണ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കർത്താവേ, ഞങ്ങൾ ധാരാളം വീണുപോയിട്ടുണ്ട് കർത്താവേ. ഒരുപാട് പ്രാവശ്യം വീണുപോയിട്ടുണ്ട് കർത്താവേ. പത്രോസ് 3 പ്രാവശ്യം അറിയില്ലെന്ന് പറഞ്ഞു, അറിയില്ലെന്ന് പറഞ്ഞു. 3ാമത്തെ പ്രാവശ്യം അറിയില്ലെന്ന് പറഞ്ഞപ്പോ നീ തിരിഞ്ഞ് പത്രോസിനെ നോക്കി. അവിടെയാണ് പത്രോസ് പൗരോഹിത്യത്തിന്റെ ശ്രേഷ്ഠ പൗരോഹിത്യത്തിലേക്ക്, നേതൃത്വത്തിലേക്ക് വന്നത്. വീണു എന്നതല്ല, വീഴ്ച സമ്മതിക്കാനുള്ള സന്മനസ്സാണ്, അതിന്റെ വിനയമാണ് പുണ്യത്തിന്റെ ആരംഭം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സഭയുടെ മെത്രാന്മാർക്ക്, സഭയുടെ വൈദികർക്ക്, സഭയുടെ സമർപ്പിതർക്ക്, സഭയുടെ ശമാശന്മാർക്ക്, സഭയുടെ സംഘടനകൾക്ക്, സഭയുടെ ആഭിമുഖ്യങ്ങൾക്ക്, സഭയുടെ നിലപാടുകൾക്ക് വന്നുപോയിട്ടുള്ള സർവ്വ തെറ്റുകൾക്ക്, സർവ്വ പരാജയങ്ങൾക്ക്, സർവ്വ പ്രലോഭനങ്ങൾക്ക് മാപ്പ് കർത്താവേ. ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു, ഏറ്റുപറയുന്ന കർത്താവേ, അംഗീകരിക്കുന്ന കർത്താവേ. പൊട്ടിക്കരഞ്ഞുകൊണ്ട്, വാവിട്ട് നിലവിളിച്ചുകൊണ്ട് ഞങ്ങൾ ഏറ്റുപറയുന്നു, ഞങ്ങൾ പാപികളാണ്, ഞങ്ങൾ വീണുപോയിട്ടുണ്ട്, ഞങ്ങൾ പ്രലോഭനം ഉൾപ്പെട്ടു പോയിട്ടുണ്ട്, ഞങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട്. കർത്താവേ, ഞങ്ങളോട് കരുണ കാണിക്കണമേ കർത്താവേ. ഞങ്ങളോട്
കരുണ കാണിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് മാപ്പ് തരണമേ. ഞങ്ങൾ വേദനിച്ച് തിരിച്ചു വരുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നീക്കണമേ, പാപകടങ്ങൾ മാക്കണമേ, അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മാക്കണമേ, പാപകടങ്ങൾ മാക്കണമേ. കർത്താവേ ഈശോയേ, നിന്റെ 12 ശിഷ്യന്മാരിലെ 2 പേര് വീണുപോയവരാണ്. യൂദാസ് മാനസാന്തരപ്പെട്ടില്ല, കെട്ടിത്തൂങ്ങിച്ചത്ത് ജീവിതം കൊണ്ട് അവസാനം കണ്ടെത്തി. പത്രോസ് വീണതാണ്. പക്ഷെ നീ പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ പത്രോസ് പൊട്ടിക്കരഞ്ഞു, വാവിട്ട് കരഞ്ഞു. പത്രോസ് നിന്റെ പക്കലേക്ക് അടുത്തു വന്നു. പത്രോസ് അടുത്ത് വന്നപ്പോൾ നീ പത്രോസിനെ അനുഗ്രഹിച്ചു. ഒരുപക്ഷെ നീ സഭയുടെ താക്കോല് പത്രോസിന്റെ കയ്യിൽ കൊടുക്കാനുള്ള കാരണം പത്രോസ് വീണതാണ്. പത്രോസിന്റെ വീഴ്ചയാണ് ഒരുപക്ഷെ സഭയുടെ നേതൃത്വം പത്രോസിന്റെ കയ്യിൽ കൊടുക്കാൻ കാരണം. കർത്താവേ, ഞങ്ങൾ പാപികളാണ്. പത്രോസിനെ പോലെ ഞങ്ങള് വീണുപോയവരാണ്. ഞങ്ങൾ പലയിടത്തും തപ്പും തരവും നോക്കിയിട്ട് നിന്നെ തള്ളിപ്പറഞ്ഞവരാണ്. ഏറ്റുപറയുന്നു കർത്താവേ, ഈ ആരാധനയിലെ നമ്മുടെ പിതാക്കന്മാർക്ക് വേണ്ടി, നമ്മുടെ സമർപ്പിതർക്ക് വേണ്ടി, നമ്മുടെ വൈദികർക്ക് വേണ്ടി, നമ്മുടെ വൈദിക വിദ്യാർത്ഥികൾക്ക് വേണ്ടി, നമ്മുടെ സംഘടനകൾക്ക് വേണ്ടി നമുക്ക് കർത്താവിന്റെ മുൻപിൽ മാപ്പ് ചോദിക്കാം. കർത്താവെ, ഞങ്ങൾ മത്സരിച്ചിട്ടുണ്ട്. ഞങ്ങൾ പലപ്പോഴും തെറ്റായ വിധത്തിലെ നിലപാടുകൾ എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ സ്ഥാപനങ്ങളിലൂടെ, ഞങ്ങളുടെ ശുശ്രൂഷകളിലൂടെ, ഞങ്ങളുടെ വചനപ്രഘോഷണങ്ങളിലൂടെ ഞങ്ങൾ പലപ്പോഴും നിനക്ക് പകരം ഞങ്ങളെ തന്നെ പലപ്പോഴും പ്രസംഗിച്ചിട്ടുണ്ട്. തെറ്റിപ്പോയി കർത്താവേ. ഞങ്ങൾ ഇന്ന് കടന്നു പോകുന്ന പ്രതിസന്ധികളുടെ നടുവില് ഞങ്ങളുടെ പാപങ്ങളുണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവേ, ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഞങ്ങൾ വാ വിട്ട് കരഞ്ഞുകൊണ്ട്, നിന്റെ തൃപ്പാദങ്ങളെ ചുംബിച്ചുകൊണ്ട്, നിന്റെ തിരുമുറിവുകളെ മുത്തിക്കൊണ്ട്, നിന്റെ തിരുമുഖത്തെ കിരീടത്തെ നോക്കിക്കൊണ്ട്, നിന്റെ മുള്ളാണികളെ നോക്കിക്കൊണ്ട് ഏറ്റുപറയുന്നു കർത്താവേ, നിന്റെ കുരിശിലെ മരണവും സഹനവും ഇന്ന് തുടരുന്നത്, ഇന്ന് വീണ്ടും ആവർത്തിക്കുന്നത് ഞങ്ങളുടെ പാപങ്ങൾ മൂലമാണെന്ന് സമ്മതിക്കുന്നു കർത്താവേ. ഈ ആരാധനയിലെ നമ്മുടെ നേതൃത്വത്തെ മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ മുൻപിൽ മാപ്പ് ചോദിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മാക്കേണമേ, അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മാക്കേണമേ. കർത്താവേ, നിന്റെ അന്ത്യത്താഴ വേളയിലെ നീ തന്നെ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനെക്കുറിച്ച് തർക്കിക്കുന്നത്? നിങ്ങൾ എന്തിനെക്കുറിച്ച് തർക്കിക്കുന്നത്? നിങ്ങൾ ആരാണ് മുൻപനെന്നതിനെക്കുറിച്ചാണോ? കർത്താവേ, നിന്റെ അന്ത്യത്താഴം പരിശുദ്ധ കുർബാനയുടെ ആരംഭമാണ്. അവിടെയാണ് പരിശുദ്ധ കുർബാന തുടങ്ങുന്നത്. ശിഷ്യന്മാരുടെ വടംവലി ആരംഭിച്ചത് അത്താഴവേളയിലാണ്. യൂദാസ് വിട്ടുപോയത് അവിടെയാണ്. പത്രോസ് മുഖ്യസ്ഥാനം ആവശ്യപ്പെട്ടതും ഒരുപക്ഷേ അതിനുവേണ്ടി തർക്കിച്ചതൊക്കെ അവിടെയാണ്. കർത്താവേ, ഇന്ന് പരിശുദ്ധ കുർബാന ഞങ്ങൾക്ക് തർക്ക വിഷയമാകുന്നു. കർത്താവേ, ഈ തർക്കത്തിലെ ഒരു കഴമ്പുമില്ല, ഇതിലെ ഒരു ഗൗരവമായിട്ടുള്ള ഒരു വിഷയവുമില്ല.
ആരാണ് വലുത്, ആരാണ് മുൻപിലെ, ആരാണ് പിൻപിലെ, ആർക്കാണ് നേതൃത്വം? കർത്താവേ, ഞങ്ങളിത് മനസ്സിലാക്കുന്നു, ഞങ്ങൾ പരസ്യമായിട്ടത് മനസ്സിലാക്കുന്നു. ദൈവജനം വേദനയോടുകൂടെ കരഞ്ഞ് പലപ്പോഴും ഞങ്ങൾ മാധ്യമങ്ങളിലൊക്കെ ഓരോന്ന് കാണുമ്പോൾ ഹൃദയം തകർന്ന്, ചങ്ക് തകർന്ന്, പൊട്ടിക്കരഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവജനത്തിൻ്റെ വലിയ ദുഃഖം കർത്താവേ ഞങ്ങൾ ഏറ്റെടുക്കുന്നു, ഞങ്ങൾ തിരുത്തുന്നു. കർത്താവേ, ഞങ്ങളുടെ വൈദികരെ, ഞങ്ങളുടെ മേലധ്യക്ഷന്മാരെ, ഞങ്ങളുടെ അധികാരസ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരെ കർത്താവേ, നിന്റെ നിയോഗം, നിന്റെ തിരുമനസ് ഞങ്ങളുടെ ജീവിതത്തിലൂടെ നിറവേറ്റുന്നതിനപ്പുറത്ത് ഞങ്ങൾക്കൊരു നിലപാടില്ലെന്ന് പറയാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണേ കർത്താവേ. നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഞങ്ങൾക്ക് നൽകണേ കർത്താവേ. യൂദാസിനെ കുറിച്ച് ഒറ്റ കാര്യം മാത്രമേ പറയുന്നുള്ളൂ, അവൻ വിട്ടുപോയി, അപ്പോൾ അന്ധകാരമായിരുന്നു. ഞങ്ങൾക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവ് ഞങ്ങളെ വിട്ടുപോകുന്ന സന്ദർഭങ്ങളുണ്ട്. അതാണ് സഭയിൽ അന്ധകാരം ഉണ്ടാക്കുന്നത്, അതാണ് സഭയിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നത്, അതാണ് സഭയിൽ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നത്. അന്ധകാരത്തിന്റെ നടുവിലെ അന്ധകാരം സത്യത്തിലെ കർത്താവിനെ വിട്ടുകളഞ്ഞതാണ്. കർത്താവ് വിട്ടുപോകുമ്പോഴാണ് അന്ധകാരമാണ്. അവൻ അന്ത്യത്താഴ ഊട്ട് മേശയിൽ നിന്ന് പുറത്തു കടന്നപ്പോ അവന്റെ കരങ്ങളിൽ 30 വെള്ളിക്കാശ് കിലുങ്ങുന്നുണ്ടായിരുന്നു. അവന്റെ പുറത്തുപോക്ക് അന്ധകാരത്തിലേക്കായിരുന്നു. സഭയുടെ പ്രതിസന്ധികൾ ഒരു പരിധി വരെ ഈ അന്ധകാരത്തിൻ്റെ തുടർച്ചയാണ് കർത്താവേ. ഈ ആരാധനയിലെ നമുക്കൊരിക്കൽ കൂടെ സഭയുടെ നേതൃത്വത്തെ വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടി, സഭയുടെ നേതൃത്വം കൊടുക്കുന്നവർക്ക് കർത്താവിൻ്റെ സുവിശേഷത്തിലെ, കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളിലെ, കർത്താവിൻ്റെ വിശ്വാസ മൂല്യങ്ങളിലെ ഉറച്ചു നിൽക്കാൻ, അതിനപ്പുറത്ത് ഒരു നിലപാടില്ലാത്ത വിധത്തില് ഉറച്ചു നിൽക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി, സഭയ്ക്ക് മുഴുവൻ വേണ്ടി, സഭയുടെ മെത്രാന്മാർക്ക്, വൈദികർക്ക്, സഭയുടെ അധികാരികൾക്ക്, ശുശ്രൂഷകർക്ക് കർത്താവിന്റെ അത്താഴം മുറിക്കപ്പെടുന്ന ശുശ്രൂഷയാണ്. അത് കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ ശുശ്രൂഷയാണ്. അത് കർത്താവിന്റെ സുവിശേഷത്തിന്റെ വലിയ ശുശ്രൂഷയാണ്. ഈ തിരിച്ചറിവില് ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, 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 കരുണ കാണിക്കണമേ, കരുണ ചൊരിയണമേ. കർത്താവിന്റെ കരുണ സഭ മുഴുവനിലേക്ക് ഒഴുകപ്പെടട്ടെ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. മാലാഖമാരോട് ചേർന്ന് കരുണാമയ കനിയേണമേ, ദൈവപിതാവേ കനിയേണമേ, കരുണയായിരിക്കേണമേ, ഞങ്ങളിൽ കരുണയായിരിക്കേണമേ. കരുണാമയ കനിയേണമേ, ദൈവപിതാവേ കനിയേണമേ, കരുണയായിരിക്കേണമേ, ഞങ്ങളിൽ കരുണയായിരിക്കേണമേ. വിശുദ്ധീകരിക്കേണമേ. പരിശുദ്ധ അമ്മ ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ, അമ്മ ലൂർദിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മ കൃത്യമായിട്ട് പറഞ്ഞു, പാപമാണ് അന്ധകാരത്തിലേക്ക് സഭയെ തള്ളുന്നത്. പാപമുള്ളിടത്താണ് അന്ധകാരമുണ്ടാകുന്നത്. കർത്താവിന് പകരം, കർത്താവിൻ്റെ മൂല്യങ്ങൾക്ക് പകരം, കർത്താവിൻ്റെ സുവിശേഷത്തിന് പകരം പണവും അധികാരവും സ്വാധീനവും എവിടെയാണ് പിടിമുറുക്കുന്നത്, അവിടെ അന്ധകാരമുണ്ട്, അവിടെ പ്രതിസന്ധികളുണ്ട്, അവിടെ നമുക്ക് നിലപാടുകൾക്ക് പാളിച്ചകൾ ഉണ്ടാകുന്നുണ്ട്.
അമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഫാത്തിമയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മ ആവശ്യപ്പെട്ടു, നിരന്തരം നിങ്ങൾ പ്രാർത്ഥിക്കണം. ലൂർദിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മ പറഞ്ഞു, നിരന്തരം നിങ്ങൾ പ്രാർത്ഥിക്കണം. അമ്മ മെജഗോറിയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മ പറഞ്ഞു, പ്രാർത്ഥന കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് കർത്താവിന്റെ ദൗത്യം തുടരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രാർത്ഥനയിലേക്ക് മാത്രം മടങ്ങുന്ന, സുവിശേഷത്തിലെ മാത്രം ശ്രദ്ധിക്കുന്ന, കർത്താവിന്റെ വലിയ മൂല്യങ്ങളിലെ മാത്രം ബലം കൊടുക്കുന്ന ഒരു സഭയുടെ നേതൃത്വം ഉണ്ടാകാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നിയോഗത്തിന് മേൽ കൃപ ചൊരിയണമേ, ഈ നിയോഗത്തിന് മേൽ കരുണ വർഷിക്കണമേ കർത്താവേ. ആത്മാവിനെ വർഷിക്കണമേ, പരിശുദ്ധ റൂഹായെ വരണമേ. അവിടുത്തെ സഭയെ ബലപ്പെടുത്തണമേ, അവിടുത്തെ സഭയെ ശക്തീകരിക്കണമേ. ഓ പരിശുദ്ധാത്മാവേ, സഭയെ വിശുദ്ധീകരിക്കണമേ. മാപ്പേകു ദൈവമേ മാപ്പരുൾക, മാലിന്യമെല്ലാം അകറ്റിടുക. മാപ്പേകു ദൈവമേ മാപ്പരുൾക, മാലിന്യമെല്ലാം അകറ്റിടുക. മാപ്പേകു കരുണ ചൊരിയണമേ, മാപ്പരുൾക, കരുണ കാണിക്കണമേ, മാലിന്യമെല്ലാം അകറ്റിടുക. നല്ല ഈശോയെ, പരിശുദ്ധ കുർബാനയിൽ അങ്ങ് സത്യമായിട്ട് എഴുന്നള്ളിയിരിക്കുന്നു ഞങ്ങൾക്കറിയാം. ആമേൻ. സഭയ്ക്ക് വേണ്ടി നടത്തുന്ന ഒരു ആരാധനയാണിത്. സഭ കടന്നു പോകുന്ന പ്രതിസന്ധികളെ അതിജീവിക്കാനായിട്ട് നിന്റെ മുൻപിൽ ഞങ്ങള് കുമ്പിട്ട് കമിഴ്ന്ന് വീണ് ആരാധിക്കുകയാണ്. ഞങ്ങൾക്കറിയാം, നിന്നെ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഞങ്ങൾക്ക് എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒക്കെ പ്രധാനപ്പെട്ട കാരണം നിന്നെ ഞങ്ങൾ മറന്നതാണ്, നിന്നെ ഞങ്ങൾ വിട്ടുപേക്ഷിച്ചതാണ്, നിന്നിൽ നിന്ന് ഞങ്ങൾ മാറി നടന്നതാണ്. കർത്താവ്, ഈ ആരാധനയെ നീ ഏറ്റെടുക്കണമേ. ഈ ആരാധനയിലെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട നിന്നെ തിരിച്ചു കിട്ടാൻ, ഞങ്ങൾ കർത്താവിനെ ചേർത്ത് പിടിക്കാൻ, കർത്താവിന്റെ കൂടെ നടക്കാൻ, കർത്താവ് ആവശ്യപ്പെട്ട് ചെയ്യാൻ, കർത്താവ് ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള ചെയ്യാൻ, എന്റെ ഓർമ്മ നിങ്ങളെ കാത്തു സൂക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ഏൽപ്പിച്ച കുർബാനയിലെ വിശ്വസ്തരായിരിക്കാൻ, അനുസരണമുള്ളവരായിരിക്കാൻ, അച്ചടക്കമുള്ളവരായിരിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആരാധനയെ കൈക്കൊള്ളണമേ കർത്താവേ, ഈ ആരാധനയെ സ്വീകരിക്കണമേ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. കർത്താവേ, ഞങ്ങൾ അവിശ്വസ്തതയെ പരിഹരിച്ച് ഞങ്ങളെ വിശ്വസ്തരാക്കണമേ. കർത്താവേ, ഞങ്ങളെ വിശ്വസ്തരാക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു, തിരുസഭമേൽ കനിയേണമേ. കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു, തിരുസഭമേൽ കനിയേണമേ. കരുണ ചൊരിയണമേ. കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു, തിരുസഭമേൽ കനിയേണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾ ഉയർത്തി നമുക്ക് കർത്താവിനെ ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ആരാധനയിൽ നമുക്ക് നമ്മുടെ വൈദികർക്കും സമർപ്പിതർക്കും വേണ്ടി പ്രാർത്ഥിക്കാം.
നമ്മുടെ വൈദികരെ, നേതൃത്വത്തിലുള്ളവരെ പോലെ തന്നെ നമ്മുടെ ഇടവകകൾക്ക്, നമ്മുടെ സംഘടനകൾക്കൊക്കെ നേതൃത്വം നൽകുന്ന വൈദികരെ, സമർപ്പിതരെ, നമ്മുടെ സ്ഥാപനങ്ങളിലൂടെ, നമ്മുടെ ശുശ്രൂഷകളിലൂടെ നേതൃത്വം കൊടുക്കുന്നവരാണ്. ഒരുപക്ഷെ 2022 അവസാനിപ്പിച്ച് 2023 നമ്മൾ പ്രവേശിക്കാൻ ഒരുങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ സഭ പീഡിപ്പിക്കപ്പെട്ട ഒരു സന്ദർഭമാണിത്. ഏറ്റവും കൂടുതൽ പരസ്യമായിട്ട് സഭ അപമാനിക്കപ്പെട്ട ഒരു കാലഘട്ടമാണ്. ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലത്തും സഭ നേരിട്ടിട്ടില്ലാത്ത വിധത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള പ്രതിസന്ധികള്, സഭയ്ക്കകത്ത് തന്നെയുള്ള പ്രതിസന്ധികള്, സഭയുടെ ആരാധനാക്രമങ്ങളെ സംബന്ധിച്ചുള്ള പ്രതിസന്ധികള്, സഭയുടെ ശുശ്രൂഷകളെ കുറിച്ചുള്ള പ്രതിസന്ധികള്. കർത്താവേ, ഇതിൻ്റെ ഒക്കെ പിറകിലെ ഒരു കാരണം വ്യക്തമാണ്. ഞങ്ങളിൽ നിന്ന് ആത്മാവ് വിട്ടുപോകുന്നു, ഞങ്ങളിൽ നിന്ന് വരദാനങ്ങൾ വിട്ടുപോകുന്നു, ഞങ്ങളിൽ നിന്ന് ആത്മാവിന്റെ അഭിഷേകം വിട്ടുപോകുന്നു. കർത്താവേ, ഞങ്ങളുടെ മുൻപിൽ കാണുന്ന ഒരു ചിത്രമുണ്ട്. 30 വെള്ളിക്കാശിന് വേണ്ടി ഒറ്റിക്കൊടുത്ത യൂദാസ് പിന്നെ കഴുമരത്തിലെ കയറിലാടുന്നതാണ് കണ്ടത്. എത്രയോ ശക്തമായിട്ടുള്ളൊരു മുന്നറിയിപ്പാണ് കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിലെ ഞങ്ങള് നിന്നെ വിട്ടാൽ ഞങ്ങളുടെ ജീവിതം ചത്തതാണ്. ഞങ്ങൾക്ക് പിന്നെ പ്രവർത്തിക്കാൻ കഴിയില്ല, ഞങ്ങൾക്ക് ഇന്ധനമില്ല, ഞങ്ങൾക്ക് മൂല്യങ്ങളില്ല, ഞങ്ങൾക്ക് സുവിശേഷമില്ല, ഞങ്ങൾക്ക് ശുശ്രൂഷകളില്ല. കർത്താവേ, ഞങ്ങൾക്ക് തിരിച്ചു തരേണേ. നഷ്ടപ്പെട്ട ആത്മാവിനെ നീ തിരിച്ചു തരേണേ. പത്രോസ് കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോ പത്രോസിനോട് നീ ചോദിച്ച ഒറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ, നീ ഇവരെക്കാൾ അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നുവോ എന്ന്. കർത്താവേ, ഈ ആരാധനയിലെ എല്ലാ വൈദികർക്ക് വേണ്ടി, എല്ലാ സമർപ്പിതർക്ക് വേണ്ടി, എല്ലാ ശമാശന്മാർക്ക് വേണ്ടി, എല്ലാ മേലധ്യക്ഷന്മാർക്കും വേണ്ടി ഞങ്ങള് ഏറ്റുപറയുന്നു. കർത്താവേ, ഞങ്ങള് സ്നേഹിക്കുന്നു. നീ ചോദിക്കുന്ന ചോദ്യം ഞങ്ങളുടെ കാതുകളിൽ മുഴങ്ങുന്നുണ്ട്. ഇവരെക്കാൾ അധികമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഞങ്ങൾ ഏറ്റുപറയുന്നു. കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. ഞങ്ങളുടെ കുറവുകൾക്കൊക്കെ അപ്പുറത്ത് കർത്താവേ, നിന്റെ സ്നേഹത്തിൽ അപ്പുറത്ത് ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ലെന്ന്, അത് മാത്രമേ ഞങ്ങൾക്കുള്ളൂ എന്ന് സമ്മതിച്ചുകൊണ്ട് അങ്ങയെ ആരാധിക്കുന്നു, അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങയെ ഉയർത്തുന്നു, അങ്ങയെ പുകഴ്ത്തുന്നു. കർത്താവേ, മാലാഖമാരോട് കൂടെ ചേർന്ന് പത്രോസിനോട് നീ പറഞ്ഞ വാക്കുകൾ ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. നീ എൻ്റെ ആടുകളെ മേയ്ക്കുക, നീ എൻ്റെ പെണ്ണാടുകളെ മേയ്ക്കുക, നീ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. കർത്താവേ, നിന്നെ സ്നേഹിക്കുന്നുവെന്ന ഒറ്റ നിബന്ധനയിലാണ് ഞങ്ങളുടെ ശുശ്രൂഷകളുടെ ആധികാരികത, ഞങ്ങളുടെ ശുശ്രൂഷകളുടെ ഔദ്യോഗികത്വം, ഞങ്ങളുടെ ശുശ്രൂഷകളുടെ മൂല്യത്വം. കർത്താവ്, നിന്നെ സ്നേഹിക്കാത്ത ഞങ്ങൾക്ക് നിന്റെ ജനത്തെ സ്നേഹിക്കാനോ, അവർക്ക് നേതൃത്വം കൊടുക്കാനോ, അവർക്ക് ശുശ്രൂഷകൾക്ക് ബലം കൊടുക്കാനോ കഴിയില്ലെന്ന് ഉറപ്പായിട്ട് ഞങ്ങള് തിരിച്ചറിയുന്നു. നന്ദി കർത്താവേ, ഞങ്ങൾ ഏറ്റെടുക്കണമേ, ഞങ്ങളോട് കരുണ കാണിക്കണമേ. ഞങ്ങൾ പാപികളാണ് കർത്താവേ. ഈ ആരാധനയുടെ ഈ വലിയ മുഹൂർത്തത്തില് കർത്താവേ, ഞങ്ങൾ ഏറ്റുപറയുന്നു, ഞങ്ങൾ തിരിച്ചു വരുന്നു. പത്രോസ് തിരിച്ചു വന്നതുപോലെ ഞങ്ങൾ തിരിച്ചു വരുന്നു. കടൽ തീരത്ത് നീ ചോദിച്ചില്ലേ, നീ ഇവരെക്കാൾ അധികമായിട്ട് സ്നേഹിക്കുന്നുണ്ടോ എന്ന്? കർത്താവേ, പത്രോസ് പറഞ്ഞു കരഞ്ഞിട്ട് ഞങ്ങൾ സമ്മതിക്കുന്നു. കർത്താവേ, ഞങ്ങൾ നഷ്ടപ്പെടുത്തിയത് മുഴുവൻ തിരിച്ചു തരണേ. ഞങ്ങളുടെ അഭിഷേകം തിരിച്ചു തരണേ, വരദാനങ്ങൾ തിരിച്ചു തരണമേ, ഞങ്ങളുടെ നിറവ് തിരിച്ചു തരണമേ, ഞങ്ങളെ കൂടുതൽ ശക്തമായ ഉപാധികളാക്കി മാറ്റണമേ. നിന്റെ സുവിശേഷത്തിന്റെ വലിയ ശക്തി ഞങ്ങളിലൂടെ മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് ഞങ്ങളെ നീ ഉപയോഗിക്കണമേ.